അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു, ലൈക്ക് ഇട്ടിരുന്നു, കമൻറ്റ് ഇട്ടിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അതേപോലെ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ചയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത്. വെള്ളപ്പത്തിന് കുറച്ച് കൂടുതൽ മാവ് അരച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇന്നും വെള്ളപ്പം തന്നെയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തനുണ്ടായിരുന്നു, അതൊന്ന് എലിശ്ശേരി വെക്കണം, കുറച്ച് പുളിച്ചാറും വെക്കണം. അപ്പോൾ പാലെടുക്കാൻ പോകുമ്പോഴേക്കുള്ള പണികളാണ് കേട്ടോ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത്. ഇന്ന് മോള് സ്കൂളിൽ പോയിട്ടില്ല, അവൾക്ക് ഇന്ന് ഉപജില്ല കലോത്സവമാണെന്ന് പറഞ്ഞ് ക്ലാസ്സൊന്നും അധികം ഇല്ലയെന്ന് പറഞ്ഞ് അവളിന്ന് പോയിട്ടില്ല കേട്ടോ. ഇന്ന് മദ്രസ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ ഒരുപാട് വെത്തപ്പെട്ടിട്ടൊന്നും ജോലി ചെയ്യണ്ട. അപ്പോൾ ചട്ടണി അരിക്കാൻ തേങ്ങ എടുത്തപ്പോൾ ഒരു കുഞ്ഞ് തേങ്ങ കേട്ടോ, ചെറിയ തേങ്ങയുള്ളൂ. അപ്പോൾ അതാണെങ്കിൽ മത്തൻ കറിക്കും വേണം, ചട്ടണിക്കും വേണം. അപ്പോൾ ഞാൻ ആദിലിനെ വിട്ട് കുറച്ച് പൊരികടല വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചില ഭാഗത്ത് ഇതിനെ പൊട്ടുകടല എന്നും പറയും. അപ്പോൾ അവൻ നേരത്തെ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് കടല വാങ്ങിക്കൊണ്ടുവന്നാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയില, 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് പൊട്ടുകടലയാണ്, അത് മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒരു ചട്ടിനി വേഗം അരച്ചെടുക്കാനാണ്. പിന്നെ ഇന്ന് പാലെടുക്കാൻ പോകുമ്പോൾ അയ്യാൻകുട്ടിനെയൊന്നും കൊണ്ടുപോകൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് മോളുള്ളത് കൊണ്ട് അവനെ കൊണ്ടുപോകണ്ട. തലേ ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒക്കെ വെട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു 5 മണിക്കൊക്കെയാണ് ഇന്ന് ഇവിടെ നിന്ന് വെട്ടാൻ പോയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഒന്നും കഴിക്കാൻ ആക്കി കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ചട്നിയൊക്കെ ആയി. ചട്നി കടുക് വറുത്തു. കൂടെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ വിറക് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പട്ടത്തണ്ടാണ്, പുകഞ്ഞായിരിക്കും കത്തുക. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം പെട്ടെന്ന് ഗ്യാസിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അടുപ്പ് കത്തിച്ചാൽ വെറുതെ അടുപ്പ് ഊതിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ ഗ്യാസിലാണ് വേഗം എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചട്ടി വെച്ചിട്ട് ഉച്ചക്കൽക്ക് മാത്രമുള്ള അരിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ രാത്രിക്ക് വേണമെങ്കിൽ വെക്കും, അല്ലെങ്കിൽ വല്ല പലഹാരം എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഇതാ അപ്പമൊക്കെ ആയി. അപ്പോൾ ഞാനിതാ കുട്ടികൾക്ക് വേഗം കഴിക്കാനൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആദിലിന് സ്കൂളിൽ പോകണം. അപ്പോൾ മോൾക്കിന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ അയ്യാന് വാരി കൊടുക്കാൻ പറഞ്ഞാൽ അവന് സമ്മതിക്കില്ല. അവനിങ്ങനെ വലിയ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നത് പോലെ കസേരയൊക്കെ ഇട്ട് മേശം ഇരുന്ന് ശരിക്കും ഇങ്ങനെ എടുത്ത് മുക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ആര് ഇങ്ങനെ എടുത്ത് വാരി കൊടുക്കാൻ പറഞ്ഞാലും അവൻ സമ്മതിക്കൊന്നുമില്ല. അപ്പോൾ അവനും മോളും കൂടി മേശമ ഇരിക്കുന്നുണ്ട്. അതുപോലെ ആദിൽ കുറച്ച് മാറിയിരിക്കുന്നുണ്ട്. 3 പേരും കൂടി ഒരുമിച്ചിരുന്ന ഭയങ്കര തല്ലോട്ടം തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവനെ അപ്പുറത്ത് കുറച്ച് മാറ്റിയിരുത്തിയിട്ടുണ്ട്. തല്ലുകൂടുക എന്ന് വെച്ചാൽ എന്നും തല്ലുകൂട്ടൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുണ്ടാകും. അപ്പോൾ ഇന്ന് കുറച്ചൊരു സീൻ വഷളായ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കുറച്ച് അങ്ങോട്ട് മാറ്റിയിരുത്തി, നീ അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേഗം മത്തനൊക്കെ മുറിച്ച് വേഗം കുക്കറിലൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊരു വിസിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത് എലിശ്ശേരിയും വെച്ച് ഒരു പുളിച്ചാറും വെക്കാൻ വേണ്ടിയിട്ടാണ്. കറണ്ടൊക്കെ പോകുമ്പോഴേക്കും നിന്ന് തേങ്ങയും അതിനുള്ള അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എലിശ്ശേരിക്കുള്ള അരപ്പും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് പുളിയൊക്കെ എടുത്തിട്ട് അതിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതും ഒന്ന് വെച്ചിട്ടുണ്ട്. ഈ സമയം മോളിനെ കൊണ്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ തൊലി കളയാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പൊക്കെ ആയി. ഞാൻ പിന്നെ വേഗം കഴിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇക്ക എത്തി കേട്ടോ. പെട്ടെന്നായിരുന്നു വന്നത്. അപ്പോൾ ഒക്കെ പറഞ്ഞു ഇങ്ങനെ വെട്ടാനൊന്നും പറ്റിയില്ല, മരത്തിന് നല്ല നനവുണ്ട്, പാലൊക്കെ ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വരുന്നത് കണ്ടപ്പോൾ അയ്യാൻകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ്. കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ, കാരണം അവൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ഇനി വല്ല കോപ്പിറൈറ്റ് ഒന്നും കിട്ടണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മരം നനവൊക്കെ ഉള്ള സമയത്തൊക്കെ ടാപ്പിങ് ചെയ്താൽ വെട്ടിയാൽ പാലിങ്ങനെ ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. ശരിക്കും ചിരട്ടിയിൽ വീഴില്ല. അപ്പോൾ ഒക്കെ ഒരു മരത്തിൽ ഒരു വരിയിൽ കുറച്ച് മരം വെട്ടിയപ്പോൾ ഇത് തന്നെയായിരുന്നു എല്ലാ മരത്തിൻ്റെ അവസ്ഥ. പുതിയ മരമാണ്, കവറിട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ പിന്നെ വെട്ടിയില്ല കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂലി പോയി, ഇന്നത്തെ പണിയില്ല കേട്ടോ. ഇതാണ് ടാപ്പിംഗ് ഏരിയയുടെ അവസ്ഥ. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ശരിക്കും നമുക്കെന്നാൽ കുറച്ച് വിറക് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ എന്തായാലും ലീവല്ലേ, മോളും വീട്ടിലുണ്ട്, അയ്യാൻകുട്ടിനെ നോക്കും, നമുക്കെന്നാൽ കുറച്ച് വിറക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്നുള്ള ബാക്കിയുള്ള ജോലിയും കൂടെ വേഗം ചെയ്ത് തീർത്ത് പിന്നെ ഞാൻ ഇക്കടെ കൂടെ തോട്ടത്തിൽ പോയി. ആ സമയം ആദിലും മോളൊന്ന് പോണില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വാശിയിലായിരുന്നു. എനിക്കിന്ന് വയ്യ, ഓരോ ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറഞ്ഞ് അവനും ലീവാക്കിയിട്ടാണ്. അപ്പോൾ 3 ആളിനെയും കൂടി വീട്ടിലിരുത്തിട്ട് പോയാലും ശരിയാവില്ല, വെറുതെ ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ്
പിന്നെ ഞാനും ആദിലൊക്കെയും കൂടി തോട്ടത്ത് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ റബ്ബർ വെട്ടിൻ്റെ അവസ്ഥ. അതായത് മരം നനവുണ്ടാകുമ്പോൾ വെട്ടിയാൽ ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ ഒക്കെ വീട്ടിൽ വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്കാക്ക് ഞാൻ ചായയൊക്കെ കൊടുക്കുന്ന നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് പുളിച്ചാറ് വെക്കുകയാണ്. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുക്, ഉലുവ ഇത് പൊട്ടിച്ചെടുത്ത് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില അത് മൂന്നും കൂടി ഇട്ട് നല്ലോണം വറുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പുളിവെള്ളം, ഒരു ഓവർ പുളി വേണ്ട, പുളിവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് തിളച്ചിട്ട് അങ്ങോട്ട് ഇറക്കുക തന്നെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പാലക്കാടൻ പുളിച്ചാറ്. പിന്നെ മത്തൻ കറിക്ക് വേറെ ഞാൻ താളിക്കുകയും ചെയ്തു കേട്ടോ. മത്തൻ എലിശ്ശേരിയാണ്, അത് താളിക്കുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ തോട്ടത്തിലെത്തി. അപ്പോൾ ഇത് തെച്ചിപ്പൂവിൻ്റെ പഴമാണ്. ഇതൊക്കെ തിന്നും എന്നാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അറിവിൽ നിന്ന് ഞാനൊന്നും തിന്നിട്ടൊന്നുമില്ല. അപ്പം കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക അങ്ങനെ കുറേ തെച്ചിപ്പൂവൊക്കെ അവിടെ നിൽക്കണ കണ്ടപ്പോൾ അതൊക്കെ വലിച്ച് ആദിലിന് കൊടുത്തതാണ് കേട്ടോ. എന്നാൽ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇക്ക വിറകൊക്കെ പാകത്തിന് ഒടിച്ച് വെക്കുന്നുണ്ട്. ഞാൻ കുറേശ്ശെ വിറകുകൾ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വിറക് എടുത്തിട്ട് വരികയാണെങ്കിലും ഇന്ന് കൂടുതൽ വിറക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്ക തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് എടുത്തിട്ട് വരുമ്പോഴേക്ക് ഇക്ക 3-4 വാരിൽ വിറകൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് വെക്കും. അപ്പോൾ ഓട്ടോക്കാരനെ വിളിച്ചപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരത്തേക്കുള്ള ഓട്ടം കിട്ടിയപ്പോൾ പിന്നെ ഓട്ടോക്കാർ വന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇന്ന് വേണം വിറക് കൊണ്ടുവരാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലൊക്കെ എത്തി ഊണ് കഴിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി ഒരു ഉപ്പ് വെള്ളമാക്കി. പിന്നെ പുളിച്ചാറുണ്ട്, മത്തനെലിശ്ശേരിയുണ്ട്, പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ചെറുതായി മുറിച്ച് വെറുതെ ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ് ഇതാണ് കേട്ടോ. അടിപൊളി പുളിച്ചാറ്, മത്തനെലിശ്ശേരി, മുരിങ്ങയില താളിച്ചത്, പിന്നെ മാങ്ങ കേട്ടോ. മാങ്ങ അങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടതൊക്കെയാണ്. അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യലാണ് കേട്ടോ ഇത് കാണിച്ചത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ വിറക് കൊണ്ട് ഇടുന്നതും അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിരിക്കുക. ഇപ്പോൾ ഈ കുറുവ സംഘമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വാർത്തയിലൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ഭയം മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരും രാത്രിയൊക്കെ ആരെങ്കിലുമൊക്കെ അറിയാതെ വാതിലൊക്കെ മുട്ടിയ ഒക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ വാതിൽ തുറക്കാൻ ശ്രമിക്കുക. മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക, ഫോണിലൊക്കെ ഒന്ന് ബാലൻസ് ഇട്ട് വെക്കുക, അടുത്തുള്ള എല്ലാവരുടെയും നമ്പറൊക്കെ മേടിച്ച് വെക്കുക. എല്ലാവരുമായിട്ട് നല്ലോണം സഹകരണമൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.